ഞാൻ കോയ്യാൽ ചന്ദ്രൻ മാസ്റ്റർ, റിട്ടയർഡ് പ്രധാന അധ്യാപകൻ, പാതിരിപ്പറ്റ UP സ്കൂൾ. നമ്മുടെ ആരോഗ്യത്തിന് പോഷകസമൃദ്ധമായ ആഹാരം ആവശ്യമാണെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും ആഹാര വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കൂടുതലൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. നാം ഇന്ന് ഉപയോഗിക്കുന്നത് രാസകീടനാശിനികൾ അമിതമായ അളവിൽ ഉപയോഗിച്ചതും അമിതമായ രാസവളപ്രയോഗം നടത്തിയ പച്ചക്കറി ഇനങ്ങളും ആണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ള പച്ചക്കറി നമുക്ക് സ്വന്തമായി തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്പം കൃഷി ചെയ്യാൻ സ്ഥലമില്ല, സൗകര്യമില്ല, സമയമില്ല എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ തറയിൽ ആവശ്യമായ തോതിൽ വെയിൽ ലഭിക്കാത്തതുകൊണ്ട് കൃഷി മുഴുവനും ടെറസിൻ്റെ മുകളിൽ മഴമറക്കടിയിലാണ്. സംസ്ഥാന കൃഷി വകുപ്പ് എനിക്ക് മഴമറക്കായി 50,000 രൂപ സബ്സിഡി നൽകി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷി വകുപ്പിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞാൻ ഏകദേശം 25ഓളം ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൽ പാവല്, പടവല, പൊട്ടിക്ക, ചുരങ്ങ, ചീര, വെണ്ട, തക്കാളി, കോളിഫ്ലവർ, കാബേജ്, ചെടിമുരിങ്ങ, 10ലധികം ഇനം പച്ചമുളകുകൾ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതുപോലുള്ള ഇനങ്ങൾ എൻ്റെ വീട്ടാവശ്യത്തിന് മതിയായ അളവിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4-5 വർഷമായി മാർക്കറ്റിൽ നിന്ന് 1 രൂപയുടെ പച്ചക്കറി പോലും വാങ്ങാറില്ല. ഉരുളക്കിഴങ്ങ്, ഉള്ളികൾ ഇവ ഉൾപ്പെടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ കൃഷി രീതി ഗ്രോ ബാഗിലും ചട്ടികളിലും ചാക്കുകളിലായിട്ടാണ് കൃഷി ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ കൈവശം ഈ ഇനത്തിൽ 200ഓളം ഗ്രോ ബാഗുകളും ചട്ടികളും ചാക്കുകളിലായിട്ട് ഉണ്ട്. ഇനി ഗ്രോ ബാഗ് നിറക്കുന്ന രീതി: മണ്ണ്, മണല്, ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇവ മിക്സ് ചെയ്താണ് ഗ്രോ ബാഗുകളിൽ നിറക്കുന്നത്. ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചെറിയ അളവിൽ ചകിരിച്ചോറും ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം ഇതിന് കുറച്ച് സമയത്തേക്ക് അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും. പാകി മുളപ്പിച്ച തൈകൾ ആണ് നടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ തൈകൾ നടാൻ പറ്റിയ സമയം വൈകുന്നേരങ്ങളിലാണ്. തൈ പറിച്ചു നട്ടാൽ 2 ദിവസം തണൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആദ്യത്തെ കുറച്ച് ദിവസം 2 നേരം ചെറിയ തോതിൽ നനച്ചു കൊടുക്കേണ്ടതാണ്. ഗ്രോ ബാഗ് നിറക്കുമ്പോൾ നൽകിയ വളത്തിന് പുറമെ പിന്നീട് ആഴ്ചയിൽ 1 തവണ കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് അതിൽ വെള്ളം കൂടി കുറച്ച് ചേർത്ത് തയ്യാറാക്കിയ പൊളിപ്പിച്ച ലായനി ഒരാഴ്ചയോളം വെച്ച് അതിൽ നിന്ന് 1 പാട്ട തെളിഞ്ഞ ലായനി എടുത്ത ശേഷം 10 ഇരട്ടി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾ നന്നായി തഴച്ചു വളരും. ചീരയൊക്കെ ആണെങ്കിൽ 3 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. കയപ്പ, പൊട്ടിക്ക, പടവലം മുതലായവ 1.5 മാസം കൊണ്ട് പോയിട്ട് തുടങ്ങും. വെണ്ടയാണെങ്കിൽ 1 മാസം കൊണ്ട് കായ്ച്ചു തുടങ്ങും. ഇടയ്ക്ക് ഈ വളപ്രയോഗം നടത്തുക. വളപ്രയോഗം നടത്തുന്നതോടൊപ്പം തന്നെ കൃത്യമായി നനച്ചു കൊടുക്കുക. ദിവസവും ചെടികളെടുത്ത് എത്തി ആ ചെടികളെ നിരീക്ഷിച്ച് അതിൽ വരുന്ന കീടങ്ങളൊക്കെ എടുത്തു മാറ്റുക. കീടങ്ങളുടെ ശല്യമൊക്കെ പൊതുവേ കുറവായിരിക്കും. ഇനിയുണ്ടെങ്കിൽ ജൈവ രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിച്ചാൽ മതി. രാസ കീടനാശിനികൾ ഒന്നും കൂടുതലായി തന്നെ ഉപയോഗിക്കാറില്ല. മുളകിനങ്ങൾ ഏകദേശം 10ഓളം ഉണ്ട്. ധാരാളം മുളകുകൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ലഭിച്ചു വരുന്നുണ്ട്. അതുപോലെ പച്ചക്കറികളും ധാരാളമായി ലഭിച്ചു വരുന്നുണ്ട്. ഉണ്ടാകുന്ന പച്ചക്കറികളൊന്നും തന്നെ വിൽക്കാറില്ല. സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ ഇടവലക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് നൽകാറാണ് പതിവ്. അല്പം ശ്രദ്ധയും താല്പര്യവും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ള എല്ലാ ഇനം പച്ചക്കറികളും നമുക്ക് സ്വന്തമായി ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്.